മുഹമ്മദിയത്ത് എന്ന ഫീൽഡിൽ ഈമാൻ മുളക്കുള്ളൂ. പിന്നെ വിലായത്ത്, പിന്നെ ഖുത്ബാനിയത്ത്, പിന്നെ ഓസിയത്ത്, അതൊക്കെ എവിടെ മുളക്കണം? മുസ്തഫ നബി. മനസ്സിലാണ് പറഞ്ഞത്? അവിടെയാണ്. ഖദിറായ മുഹമ്മദോട് കരഞ്ഞു വീണ്ട് കുതിച്ചു ഞാൻ പറഞ്ഞതുപോലെ കഫനൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖദിറായ മുഹമ്മദോട്, ഖദിറായ മുഹമ്മദോട് കരഞ്ഞു വീണ്ട് കുതിച്ചു. മുഹമ്മദിയത്തിൽ വിലായത്തിനാവുള്ളൂ. ഒരാൾ വലിയാകണമെങ്കിൽ അയാളിൽ ആരിൽ ലയിക്കണം? റസൂലിലേക്കണം. അള്ളാഹുലേക്ക് നടക്കൂല, അള്ളാഹുലേക്ക് നടക്കൂല. പിന്നെ എനിക്ക് തോന്നും അവിടെ ലയിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തെന്നറിയോ? നമ്മൾ തരടാൻ വേണ്ടി മാന്തി ചെന്ന് നോക്കുമ്പോൾ ഒരു 3-4 കല്ല് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നു വിചാരിച്ചു അത് പഴയ കിണറ്റിന്റെ ആൾമറ കെട്ടിയ അതിന്റെ പഴയ കല്ല് വലിച്ചിട്ടത്. അതിൻ്റെ അടി ഇനി ആടച്ചളിയുണ്ട്. അപ്പൊ നമ്മൾ അവിടെ കൊണ്ട് എന്ത് ചെയ്തു? കല്ലിട്ട് പൊന്തിച്ചു. ഇത് 3-4 ദിവസം പൊളിഞ്ഞോടും. നിങ്ങൾക്ക് തിരിഞ്ഞില്ല. നിങ്ങൾ ഇവിടെ ഈ ജാതി ഉദാഹരണം പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ പെരക്ക് തരടാൻ വേണ്ടി മാന്തി ചെന്നപ്പോ ഒരു 3-4 കരിങ്കല്ല് കണ്ടു. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? അൽഹംദുലില്ലാഹ് പാതാളത്തിൽ എത്തിയാലോ. കല്ല് കണ്ടു, ഇതാ കൈക്കോട്ട് വെച്ചോളി. കല്ലുണ്ടു, കൈക്കോട്ട് വെച്ചു. അപ്പൊ മൂല്യരെ കൊണ്ടുവന്നു, അൽഫാത്തിഹ തറക്കല്ലിട്ടു. അത് പഴയ കിണറ്റിന്റെ ആൾമറ വലിച്ചിട്ടപ്പോ ഉള്ള 4 കല്ല. അതിന്റെ അടിയിൽ എന്തുണ്ട് ഇനി? 20-30 മീറ്റർ ആടെ ചളി കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നീച്ചും അതിൻ്റെ മേലെ തറയെന്ന് വെച്ചാൽ അദ്ദ പോണെങ്കിലും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇങ്ങനെ മാന്തി നോക്കുമ്പോൾ എനിക്ക് പടച്ചോനെ കണ്ടു. നമ്മളെ താത്താൻ്റെ അടുത്ത് പുതപ്പിൽ ഔലിയപ്പാപ്പ കടന്നുറങ്ങിയ മാരിയോ? താത്താക്ക് എന്തേ തോന്നിയത് ഔലിയപ്പാപ്പയാണ്? അത് പച്ച പിശാചാന്ന് തിരിയേണ്ടവനെ തിരിഞ്ഞോളൂ. നമ്മൾ മനസ്സിലാണ് പറഞ്ഞത്. ഇപ്പം അങ്ങനെ കുറച്ചൊക്കെ നിസ്കരിച്ചപ്പോൾ അനക്കാണ് ബോധ്യപ്പെട്ടു. ഇപ്പം ഞാൻ ആരുടെ തെറ്റി? അള്ളാൻ്റെ തെറ്റി. അതാണ് വഹാബിക്ക് തിരിഞ്ഞ് എത്തൂല. വഹാബിയത്തിലൊരു വലിയ ഉണ്ടാവില്ല. വലിയനെ ഒരു എതിർക്കാനുള്ള കാരണമുണ്ട്. എന്ത്? നമ്മൾ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഒരു പോലീസുകാരനും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പോലീസായിട്ട് കാര്യം എന്നേ ചോദിക്കുള്ളൂ. ഒരു മുതലാളിൻ്റെ മക്കളിലൊക്കെ എഞ്ചിനീയർമാരും ആണ്. ഒറ്റൊന്നും കിതാബ് ഓതിയിട്ടില്ലെങ്കിൽ ഇയാൾ പിന്നെ പറയുമ്പോൾ എന്താ പറയാ? എന്താ ഇപ്പം മൂല്യരൊക്കെ ആയിട്ട്? അതേ സമയത്ത് പേരക്കുട്ടി മൂല്യരായാൽ പിന്നെ മുമ്പിൽ ന്യായീകരിക്കലോ. എന്താണെങ്കിലും ഒന്നെങ്കിലും മൂല്യരുണ്ട് മുമ്പിലാണോ മാറ്റം? മനസ്സിലാണ്ട് പറഞ്ഞത്. വലിയ എന്നൊരു സാധനം ഇല്ല എന്നാണ് വഹാബി മതം. എന്തുകൊണ്ട്? അവരുടെ കൂട്ടത്തിലേ ഇല്ല, നമ്മളെ കൂട്ടത്തിലേ അതേ ഉള്ളൂ. അത് എവിടുന്ന് കിട്ടി? മുഹമ്മദിയത്തിലേക്കണം. അല്ല വിലായത്തുണ്ടാവില്ല. മറ്റേ അള്ളാഹുവിൽ ലയിക്കാനൊക്കെ കഴിയൂല. ഇത് മുഹമ്മദിയത്തിൽ ലയിച്ചാൽ അവിടുന്ന് റസൂല കൂട്ടി. റസൂല മൂസിലാണ്, ചേർത്ത് തരുന്നവൻ. അപ്പോൾ നീ വാസിലാവും ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്. ഇനി ജാരിൽ ലയിക്കണം, നബിയിൽ ലയിക്കണം. മറ്റേ നബിയിൽ ലയിക്കാതെ അള്ളാഹുനെ കണ്ടെത്തിയാൽ അത് നീ ആടച്ചളിന്റെ മുകളിലുള്ള 4 കല്ല് കരിങ്കല്ലാണ് പാറയാന്ന് വിചാരിക്കും പോലെയാണ്. അവിടെ തറക്കല്ലിട്ടാൽ എൻ്റെ പൊരയാണ് പാതാളത്ത് പോകും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലാവും. ഇപ്പോൾ ഓരോരുത്തർക്കും ഒരു അഭിമാനം. തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ പടച്ചോൻ്റെ അടുത്തെത്തി. അതിനൊക്കെ ഊരൊക്കെ ചവിട്ടിയാൽ ആ ചവിട്ടുന്ന കാലിനെ അത് നരകത്തിന് രക്ഷപ്പെടുത്തും. അതിനൊക്കെ ഊരൊക്കെ ചവിട്ടിയാൽ എൻ്റെ താലി കയറി കുത്തിരിക്കണ ഇബിലീസ ലഅനത്തുല്ലാഹി അലൈഹി. ഇബിലീസ് 950 കൊല്ലം അള്ളാഹുവിന് ദീനി ദഅവത്ത് ചെയ്ത മനുഷ്യൻ. വസ്തഗാസ ബിഹി നൂഹ് ഈ മനുഷ്യനെ കൊണ്ട് സഹായം തേടിയതാണ് എന്ന് അനവധി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാന്മാരെ അംഗീകരിക്കണം ഖുർആനിലുണ്ട്. വസ്അലുല്ലാഹുൽ ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. എന്നെ പോലത്തെ കുന്താണികളെ അംഗീകരിപ്പിക്കേണ്ട ബാധ്യത എനിക്കില്ല. തല കൊടുത്ത് ചിന്തിച്ചോ, പിന്നെന്താ? മനസ്സിലാണ്ട് പറഞ്ഞത് അവിടെയുള്ളൂ. അത് അള്ളാഹിൻ്റെ മാണിക്കക്കല്ലാണ്. ആ മാണിക്കക്കല്ല മുഹമ്മദ്. ഉറക്കെ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ. ഇന്ന് ഞാൻ ഞങ്ങൾക്ക് തൗബ പറഞ്ഞ് നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് ദുആ ചെയ്ത് പിരിയാം. ഇനി നമുക്ക് തൗബയാണല്ലോ. നോമ്പിൻ്റെ അവസാനം എന്താ ചെയ്യേണ്ടത്? തൗബാൻ്റെ ആയത്തേതാ? മുസാഫിടുത്തോണ്ടി എങ്ങോട്ട്? തൗബാൻ്റെ ആയത്ത് ഖുർആനിൽ തൗബാൻ്റെ ആയത്ത്. തഹരീം എടുത്തോ.
യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. എത്രയാണ്? 9 10 8. തൗബ. ഈ തൗബ എവിടെ കിടക്കണമെന്ന് നോക്കി പറഞ്ഞുതരാം. ഇസ്തിഗ്ഫാർ നബിയില്ല. ഈ തൗബ എവിടെ കേട്ടോളി. ഞാൻ ആയത്ത് നോക്കി 8 561 പേജ് മുസാഫിൽ ആദ്യത്തെ ആയത്ത് നേരെ മേലെ ഭാഗം. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തുബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير حسبي ربي جل الله حسبي ربي جل الله ഉഷാറിരിക്കണ്ട. നല്ല ഉഷാർ കയറി നല്ല ലേശം കൂടി കയറിയിരിക്കും. എനിക്കാണെന്ന് പറഞ്ഞെന്നെങ്കിൽ ഞാൻ തൊള്ള കയറിയിരിക്കും. ഇനി റബ്ബിൻ്റെ തൗഫീഖ് മുസ്തഫ റസൂലുള്ളാഹിന്റെ ഹബീബ സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഖുദ് ബിയദി ഖല്ലത് ഹൈലതി ഫഅദ്രിക്നി. الصلاة والسلام عليك يا حبيب الله. خذ بيدي قلت هيلتي فادركني. الصلاة والسلام عليك يا رحمة للعالمين. خذ بيدي قلت هيلتي فادركني. الصلاة والسلام عليك يا إمام المتقين. خذ بيدي قلت هيلتي فادركني. الصلاة والسلام عليك يا محب الفقراء والغرباء والمساكين. خذ بيدي قلت حيلتي فأدركني. الصلاة والسلام عليك يا شفيع المذنبين. خذ بيدي قلت حيلتي فأدركني. الصلاة والسلام عليك يا جد الحسن والحسين. خذ بيدي قلت حيلتي أدركني. يا رسول الله يا حبيب الله يا رسول الله افتح لنا فتح العارفين يا رسول الله. أوصلنا إلى الله يا رسول الله. نحن تحت أقدامك يا رسول الله. رؤوسنا تحت أقدامك يا رسول الله يا حبيب الله. قلت هيلتي. വിവരമില്ലാത്ത ഞങ്ങളെ വല്യപ്പാന്റെ ഒരു ശ്രമേശാര് പോലും നിങ്ങളെ മനസ്സിലാക്കാൻ ഈ ബിരുദവും കൊണ്ട് നടന്ന ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ആ മദീനയിലെ ഈത്തപ്പനത്തണ്ടായ മിമ്പറിന്റെ മഹത്വം പോലും ഞങ്ങൾക്ക് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ റസൂൽ يا رسول الله. أتاك العود يبكي وتذلل بين يديك واستجارك يا حبيبي عندك ظبي النفور. يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم. صلوات الله عليكم. عبدك المسكين يرجو فضلك الجم الغفير
فيك قد أحسنت ظني يا بشير يا نذير يا نبي عليكم يا حبيب سلام عليكم فأغيثني وأجيرني يا مجير من سعيري يا يا ملاذي في ملمة الأمور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم الصلاة والسلام عليك يا رسول الله يا حبيب الله يا رحمة للعالمين برشاني നോമ്പിൻ്റെ അവസാന ദിവസം ഇന്നാണെങ്കിലും അല്ലാഹുവിന്റെ നാളെയാണെങ്കിലും ഈ കൊല്ലം ലൈലത്തുൽ ഖദർ കിട്ടിയവരിലും നേരെ ഇഷ്ടപ്പെട്ടവരിലും പാപികളായ ഞങ്ങളുടെ പേരും നിന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് ചേർത്ത് തരണമേ. നിന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് ചേർത്ത് തരണം. നിന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് ചേർത്ത് തരണം റബ്ബേ. നിന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് ചേർത്ത് തരണം റബ്ബേ. അല്ലാഹ് റബ്ബേ റബ്ബേ ഞങ്ങൾ സ്വീകരിക്കണം റബ്ബേ. ഞങ്ങൾ സ്വീകരിക്കാതിരിക്കാനുള്ള എല്ലാ പണിയും കുരുത്തക്കേടും ഞങ്ങൾ ചെയ്തു പോയി റബ്ബേ. ഞങ്ങളെ വാക്ക് പേച്ചതാണ്, ഞങ്ങളെ ധാരണ പേച്ചതാണ്, ഞങ്ങളെ പ്രവൃത്തി പേച്ചതാണ്. അല്ലാഹ് നീയും നിന്റെ ഹബീബുമാണ് പിഴവില്ലാത്തവൻ. സ്രഷ്ടാവായ നീയും മുവഫഖായ നിന്റെ ഒരു സൃഷ്ടിയുമാണ് പിഴവില്ലാത്തവൻ. ബാക്കിയൊക്കെ പഠിച്ചോനെ നിന്റെ അമ്പിയാക്കളെല്ലാം അവരിലേക്ക് ചേർന്ന് ആസിലിൽ നിന്ന് ആ നൂറാനിയത്തിന്റെ ആസിലായതുകൊണ്ട് അവരും പിഴവില്ലാത്തവരാണ്. ബാക്കിയൊക്കെ പിഴവരാണ്. കുല്ലുബിനി ആദമ ഖത്താഊന വഖൈറുൽ ഖത്താഈന അത്തവാബൂന എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ആദമിന്റെ മക്കൾക്കൊക്കെ പിഴക്കാം. അതിൽ ഏറ്റവും പിഴച്ചത് ഞങ്ങളാണ് റബ്ബേ. ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണമേ റബ്ബേ. നിന്റെ ഹുദയുടെ വഴിയിൽ ഞങ്ങളെ കയറ്റണമേ റബ്ബേ. ഈ മജ്ലിസ് സ്വീകരിക്കണം റബ്ബേ. ഈ മജ്ലിസ് സ്വീകരിക്കണം റബ്ബേ. ഈ മജ്ലിസ് സ്വീകരിക്കണമേ റബ്ബേ. നാഫഖ അബൂബക്കർ മുനാഫിഖാണെന്ന് പറഞ്ഞ് സിദ്ദീഖുൽ വാക്കതാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ അവസ്ഥ മുനാഫിഖാണ് എന്ന വാക്ക് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അത് കേട്ട അബൂബക്കർ സിദ്ദീഖ് ഹംലയെ പറ്റിയല്ല ചിന്തിച്ചത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മജ്ലിസിലിരിക്കുന്ന ഹൃദയത്തിന്റെ നൈർമല്യം വീട്ടിൽ ചെല്ലുമ്പോൾ ഇല്ലല്ലോ. അപ്പൊ ഞാൻ അബൂബക്കർ മുനാഫിഖല്ലേ, മുനാഫിഖാണെന്ന് പറഞ്ഞ് മദീന അങ്ങാടിയിലൂടെ തലങ്ങും ബലങ്ങും നടക്കുന്ന അവസാനം സിദ്ദീഖുൽ അക്ബറിന്റെ അടുത്തെത്തിയപ്പോൾ സിദ്ദീഖും ആലോചിച്ചു, ശരിയാണ് നബിയുടെ മനസ്സ് അടുത്തിരിക്കുന്ന മനസ്സിന്റെ നൈർമല്യം പുറത്തു വന്നപ്പോയില്ല. ഞാനും മുനാഫിഖാണ്. അബൂബക്കറും മുനാഫിഖാണെന്ന് പറഞ്ഞില്ലേ മഹാനായ സയ്യിദുനാ സിദ്ദീഖ്. ഞങ്ങളെ അവസ്ഥ എവിടെയാണ് പഠിച്ചത്? അവരോടൊക്കെ തുടർന്നവരെ കൊണ്ട് ഞങ്ങളെ നീ സാലിഹാക്കണം. ഈ മജ്ലിസിനെ സ്വീകരിക്കണം റബ്ബേ. ഇവിടെ ദുആ ഖബൂലാക്കണം റബ്ബേ. ഈ പറയുന്നത് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ എല്ലാവരുടെ ഖൽബിലേക്കും കയറണം റബ്ബേ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇസ്തിഗ്ഫാർ നമ്മൾ കണ്ടു. നിസായിലെ 64-ാമത്തെ ആയത്തിൽ ഏത് അക്രമം ചെയ്തവനും ഇസ്തിഗ്ഫാറിന് എവിടേക്ക് വരണം? വജദ് ജാഉക നബിയുടെ അടുത്ത് വരണം. നീ തൗബ കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, തൂബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്യുക. തൗബത്തൻ നസൂഹ, ആത്മാർത്ഥമായ തൗബ ചെയ്യുക. കണ്ടില്ലേ കണ്ടില്ലേ കണ്ടില്ലേ? ആ ഇനി അർത്ഥം വെക്കി. അടുത്ത് മുസാഫ് കയ്യിലുള്ളവർക്ക് നോക്കിക്കാളി. അർത്ഥം അങ്ങനെ നോക്കിയാണ് വെച്ചാൽ എല്ലാ ബുദ്ധി അവിടെ കയറിപ്പോവും, എളുപ്പമുണ്ടാവും. ആ യാ അയ്യുഹല്ലദീന തുറന്ന് പിടിക്കുക. നോക്ക് അവിടെ മുസാഫിന് നോക്ക്. ആ യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, തുബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്തോളി. തൗബത്തൻ നസൂഹ, ആത്മാർത്ഥമായ തൗബ ചെയ്തോളി. അടുത്ത വാക്ക് അസാ, എന്നാൽ ഒരു പക്ഷേ, റബ്ബുക്കും നിങ്ങൾ റബ്ബ് ആയേക്കാം, ഒരു പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായ തൗബ ചെയ്താൽ ഒരു പക്ഷേ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തന്നേക്കാം. ബൈ ചാൻസ് ആത്മാർത്ഥമായി തൗബ ചെയ്താൽ റബ്ബ് നിങ്ങൾക്ക്
പുറത്ത് തന്നേക്കാം. നിങ്ങൾ പിന്നെ പരിക്കായി ഞാൻ തൂബയൊക്കെ ചെയ്തിരിക്കണാണ്. ആ സമയമായി കുത്തിരിക്കൊന്നും വേണ്ട. ഇന്നൊരു പക്ഷേ മഴ പെയ്തേക്കാം. അതിന് ഇനി രണ്ടാമത്തെ ചാൻസ് ഉണ്ട്. ഇത് പെയ്യാതെയും ഇരിക്കാം. ബാപ്പ പെരുന്നാളിൽ നിന്ന് ഗൾഫിൽ നിന്ന് വന്നേക്കാം. അസക്ക് 2 ശിക്കുണ്ടാവും. എന്ത് വന്നേക്കാം പറേ ആസ എന്നതിൽ ആസക്ക് മുഴുവൻ ആസയിൽ എന്നും 2 ശക്കിനും എഹ്തിമാല് സാധ്യത ഉണ്ടാകുമ്പോഴാണ് എന്ത് പറയാ ആസ. മരുന്ന് കുടിച്ചോ മറലൂക്ക, നിന്റെ രോഗം മാറിയേക്കാം ബൈ ചാൻസ്. നേരത്തെ പോക്ക് മുഅ്മിനീങ്ങളെ തൂബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക, നസൂഹൻ ആത്മാർത്ഥമായി. എന്നാൽ റബ്ബുക്കും നിങ്ങൾ റബ്ബ് ആയേക്കാം യുക്കഫിറൻകും നിങ്ങൾക്ക് പുറത്ത് തന്നേക്കാം, യുദ്ഖിലക്കും നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം ജന്നാത്തിൻ സ്വർഗങ്ങളിൽ തജ്രി അതിന്റെ താഴ്വാരത്തൂടെ ഒഴുകുന്ന തഹമിൻ തഹത്തിഹ അതിന്റെ താഴ്വാരത്തൂടെ ഒഴുകുന്നുണ്ട് അൽ അൻഹാർ മനോഹരമായ ഉദ്യാന ഖചിതമായ നദികൾ ഒഴുകുന്നുണ്ട്. എന്തിലൂടെ? ആ സ്വർഗത്തിന്റെ താഴ്വാരങ്ങളും. അപ്പോൾ താഴ്വാരങ്ങളിലൂടെ അതിമനോഹരമായ ജലധാരകൾ ഒഴുകുന്ന മനോഹരമായ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. നല്ല ഹസാ ചെയ്തേക്കാം. ഒന്നുകൂടി അർത്ഥം നോക്ക്. അപ്പൊ ഒരു മനസ്സിലിടങ്ങാറായില്ലേ? എന്ത് പുറത്തിട്ടില്ലെങ്കിലോ അല്ലേ ചോദിച്ചാണ്. ഒന്നുകൂടി കയറി. മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തോളി. തൗബ തന്നെ സുഹ, ആത്മാർത്ഥമായ തൗബ ചെയ്തോളി. ആത്മാർത്ഥമായ തൗബ പറഞ്ഞാൽ എന്താണത്? ചെയ്ത തെറ്റിന്റെ മേൽ ഖേദിച്ചു, ചെയ്യുന്ന ആ തെറ്റുകൾ അവസാനിപ്പിച്ചു, ഇനി ആ തെറ്റിലേക്ക് മടങ്ങൂലാന്ന് ഉറപ്പിച്ചു. ആദമിയാണെങ്കിൽ അവന്റെ ഹക്ക് വീട്ടിക്കൊടുത്തു. ഇപ്പൊ എന്തായി? ആത്മാർത്ഥമായി കരഞ്ഞു. എന്നാലും പഠിച്ചോ നിനക്ക് തന്നേക്കാ. മുഅ്മിനീങ്ങളെ തൂബു ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്തോളി. തൗബ തന്നെ സുഹ, ആത്മാർത്ഥമായ തൗബ ചെയ്തോളി. ശരിയാത്തിൽ പറഞ്ഞ ആത്മാർത്ഥത എന്താ? 3 ഷർത്ത്. ആദമിയാണെങ്കിൽ ആദമിന്റെ ഹക്കാണെങ്കിൽ ഒന്നും കൂടി എന്തൊക്കെ? ചെയ്ത തെറ്റുകൾ നിർത്തുക, ആ തെറ്റിലേക്ക് ഇനി മടങ്ങൂലാന്ന് ഉറപ്പിക്കുക, ചെയ്ത തെറ്റിന്റെ പേരിൽ ഖേദിക്കുക, ആദമിയോട് ബന്ധപ്പെട്ടതാണെങ്കിൽ അവനെ പൊരുത്തപ്പിടിക്കുക. ഇപ്പൊ എന്തായി? തൗബത്തിന് പറയാ. ഇപ്പൊ എന്തായി? എന്നിട്ട് കാര്യ ഇപ്പൊ എന്തായി? തൗബത്തിന് സുഹായി. ശരിയാത്തിൽ എന്നാ തന്നെയും എന്നാ തന്നെ പടച്ചോങ്ങൾക്ക് പുറത്ത് തന്നേക്കാം. ഒന്നും കൂടി അർത്ഥമാക്കി സ്പീഡ് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാ പിന്നെ ആവർത്തിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ തുബൂ ഇലല്ലാഹി, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തോളി. തൗബ തന്നെ സുഹ, ആത്മാർത്ഥമായ തൗബ. റമളാൻ അവസാനല്ലേ, തൗബന്റെ സമയമാണല്ലോ. ഉറപ്പിച്ചാൽ ഇതാണ് തൗബന്റെ ആയത്ത്. ഖുർആനിലെ തൗബന്റെ ആയത്ത് പറഞ്ഞാൽ തഹരീമിലെ 8ാമത്തെ ആയത്താണ്. ഇതാണ് തൗബന്റെ ആയത്ത്. ഇതാണ് ആയത്ത് തൗബ. മനസ്സിലായില്ലേ മക്കളെ? എന്നാൽ അങ്ങനെ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അസാ റബ്ബുക്കും, നിങ്ങൾ റബ്ബ് അയക്കാം, യുക്കഫിറൻകും നിങ്ങൾക്ക് പുറത്ത് തന്നേക്കാം, പുറത്ത് തന്നവനായേക്കാം, തരുന്നവനായേക്കാം. യുദ്ഖിലക്കും നിങ്ങളെ പ്രവേശിപ്പിക്കുന്നവനും ആയേക്കാം ജന്നാത്തിൻ ആരാമങ്ങളിൽ, സ്വർഗങ്ങളിൽ. തജ്രി മിൻ തഹ്തിഹ അതിന്റെ താഴ്വാരമുള്ള ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അൽ അൻഹാറു മനോഹരമായ നദികൾ ഒഴുകുന്ന സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം. അപ്പൊ ഇപ്പൊ എന്തായി? ഒരു പകുതി അടുത്ത വാക്ക് അടുത്ത വാക്കണ്ട. യോമ ആ നാളിൽ പേടിക്കണ്ട. നബിയെ അള്ളാഹു വഷളാക്കൂല. അള്ളാഹു വഷളാക്കുകയില്ല നബിയെയും വല്ലദീന ആമനൂ മഅഹു നബിയോടുകൂടെ നബിയിൽ നിന്ന് നബിയിലേക്ക് ചേർന്ന മുഅ്മിനീങ്ങളെ ഒരിക്കലും വഷളാക്കൂല.
بربي അവിടെ കരഞ്ഞോ? ആ ആളല്ല വഷളാക്കൂല. അപ്പൊ ആ കൂട്ടത്തിൽ അന്യ വഷളാക്കൂല. എന്റെ തോബയിലെ ചികളക്കം കണ്ട് ജാരെ കൂടെ നിൽക്കണതാണ്. നബിയോട് കൂടെ ഉണ്ടോ വഷളാക്കൂല. അള്ളാഹ് ദിവസം നബിയെ വഷളാക്കൂല. വല്ലദീന ആമനു മഅഹു, വല്ലദീന ആമനു അല്ല, വല്ലദീന ആമനു കുറേ ഉണ്ട്. വല്ലദീന ആമനു മഅഹു, മുഹമ്മദ് മുസ്തഫാന്റെ കൂടെ ഉള്ളവരെ ഒരാളെ അള്ളാഹ് വഷളാക്കൂല. വല്ലദീന സ്വല്ലു വല്ലദീന സ്വാമു വല്ലദീന ഹജ്ജു വല്ലദീന സക്കു അല്ല, വല്ലദീന നബിയോട് കൂടെ ഈമാൻ കിട്ടിയവര്. നബിന്റെ അവിടുന്ന് ഈമാനോട് വാരിയിട്ട് ഒന്ന് നെഞ്ചകത്തിൽ നബിനെ കയറ്റിയപ്പോൾ ആ നബിയാകുന്ന മനസ്സിലായില്ലേ? അത്തറിന്റെ കുപ്പി ഇവിടെ ഒഴിച്ചാൽ വായിലൊഴിച്ചാൽ പിന്നെ അത്തർ വാസനിക്കോലോ വായിന്ന്. കാരണം അത്തറിന്റെ കുപ്പി ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ജിബട കുടിയെത്തിക്കും ആരെ? നബിയെ. പിന്നെ വഷളാവില്ല. കാരണം ആ ദിവസം ആരെ വഷളാക്കിയാലും മുഹമ്മദ് നബി അല്ലാഹു തആല ആ ദിവസം വഷളാക്കൂല. അതിന്റെ അർത്ഥം എന്താണ്? എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ വഷളാക്കൂല. അതിൻ്റെ അർത്ഥം ഉണ്ടല്ലോ, അതിനൊരർത്ഥമുണ്ട്. വഷളാക്കൂല. അത് മതിയല്ലോ പറയാൻ. വഷളാക്കൂല. പിന്നെ എൻ്റെ ഹോട്ടലിനനുസരിച്ചിരിക്കും. എൻ്റെ ഹോട്ടൽ നല്ലോണം ഉണ്ടെങ്കിൽ നബിൻ്റെ ബേക്കറി ഉണ്ടാവും. വഷളാക്കൂല. യോമ ആ നാളിൽ യുഖ്സില്ലാഹു അല്ലാഹു വഷളാക്കൂല അന്നബിയ മുഹമ്മദ് മുസ്തഫയെ വല്ലദീന ആമനു മഅഹു നബിയോട് കൂടെ ഈമാൻ സമ്പാദിച്ചവരെയും. അവർ നബിയോടുകൂടെ ഈമാൻ സമ്പാദിച്ചത്. അല്ലാതെ അള്ളാഹെ തപ്പിയാണെന്നവരല്ല. അവരാരെ തപ്പിയേ? നബിയെ തപ്പിയിട്ട് അള്ളാഹിനെ കിട്ടിയതാ. ഓരോ വഷളാക്കൂല. നൂറുഹും അവരുടെ പ്രകാശം യസ്അ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ബൈന ഐദിഹിം വബിഐമാനിഹിം അവരുടെ മുന്നിലും അവരുടെ വലഭാഗത്തും. അവർക്ക് കാരണം അവർക്കൊരു പ്രകാശമുണ്ട്. ആ പ്രകാശം എവിടെ നിന്ന് വരുന്നതാ? മിന്നൂരിൽ മുഹമ്മദ്. മുഹമ്മദ് പ്രകാശത്തിൽ വരുന്നതാ. അതിങ്ങനെ ഒഴുകും അവിടെ. എൻ്റെ നിസ്കാരമല്ല അന്ന് നിനക്ക് പ്രകാശം. നീ നബിയുടെ കൂടെ നിന്നു എന്നുള്ളതാണ്. നീ എന്തെന്ന് കേൾക്കേണ്ടത്? അപ്പൊ നിസ്കാരം നബിയ, നോമ്പ് നബിയ, സക്കാത്ത് നബിയ, ഹജ്ജ് നബിയ, ഇസ്തിഗ്ഫാർ നബിയ, തൗബ നബിയ, ഒക്കെ നബിയ, ഖുർആൻ നബിയ, ഒക്കെ നബിയ. ഇതിന് ഞാൻ സഹലിന്റെ വ്യാഖ്യാനം വായിക്കാം. സഹൽ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനോട് വ്യാഖ്യാനം നോക്ക്. എന്താണ് ഈ ആയത്തിൻ്റെ ഒക്കെ വലിപ്പത്തിന്? ഇങ്ങനത്തെ ഒരാളെ കിട്ടിയിട്ട് എന്താ നമ്മൾ കണ്ടത്? നോക്കി യോമല ഇവിടെ നോക്കി മുസാഫിയ കൈ തന്നെ പിടിച്ചോട്ടെ. പിന്നെ ഒന്നും കൂടി ഞാൻ ബോധിപ്പിക്കും. ഇവിടെ നോക്ക് യൗമ ലാ യുഖ്സില്ലാഹു അല്ലാഹു വഷളാക്കൂല. ആ ദിവസം അല്ലാഹു വഷളാക്കൂല നബിയെ വഷളാക്കൂല. അമ്പിയാക്കളെ മൊത്തം എന്ന് പറഞ്ഞിട്ടില്ല. ആരും വഷളാക്കൂല. നബിയെ വഷളാക്കൂല. ഇവര് വഷളാക്കൂല. അമ്പിയാക്കളെ വഷളാക്കൂല. കാരണം അമ്പിയാക്കൾ ആരെ കൊണ്ട് വിശ്വസിച്ചാലാണ്? മുഹമ്മദ് മുസ്തഫാനെ കൊണ്ട്. വഷളാക്കൂല. അവർ നബിയുടെ കൂടെ ഉണ്ടാവും. പിന്നെ നമ്മളും ഉണ്ടാവും. അവർ ഉമ്മത്തിൽ നബിനെ കയറ്റലുണ്ടാവും. മനസ്സിലായില്ലേ? നബിയാണ് മർമ്മം. അപ്പൊ മനുഷ്യരിൽ ഒറ്റ താരമേ ഉള്ളൂ. അതാരാ? അത് മുഹമ്മദ് മുസ്തഫയാണ്. യൗമ ലാ യുഖ്സില്ലാഹു നബിയ എന്നതിന് തഫ്സീറിൽ അളീം ബഹുമാനപ്പെട്ട സഹൽ ഇബ്നു അബ്ദുല്ലാഹി അത്തുസ്തുരി റളിയല്ലാഹു അൻഹു തഫ്സീറാണ് വഹിക്കുന്നത്. ലോകം കണ്ട മഹാന്മാരിൽ മഹാനാണ്. എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. എനിക്ക് അവരോട് അത്രയും വലിയ ഇഷ്ടമാണ്. എനിക്ക് എത്രയാണ് സഹലിനോടുള്ള ഇഷ്ടം എന്ന് കൈ കണക്കില്ല. അത്രയും വലിയ മഹാനാണ്. അത്രയും വലിയ മഹാനാണ് സഹൽ റളിയല്ലാഹു അൻഹു. സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനം കേട്ടോട്ടോ. യൗമ ലാ യുഖ്സില്ലാഹു നബിയ, നബിയെ അന്ന് അല്ലാഹു വഷളാക്കൂല എന്ന് പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം ലാ യുഖ്സീഹി ഫി ഉമ്മത്തിഹി, ഉമ്മത്തിലിട്ട് വഷളാക്കൂല. ലാ യുഖ്സീഹി, നബിയെ വഷളാക്കൂല. ഫി ഉമ്മത്തിഹി, ഉമ്മത്തിലിട്ടിട്ട്. അതായത് വലാ യറുദ്ദു ശഫാഅത്തഹു, ശഫാഅത്തിനെ അല്ലാഹു തആല തള്ളൂല. അപ്പൊ നബിയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിക്കാൻ നമുക്ക് ശഫാഅത്ത് കിട്ടുന്ന വിചാരിച്ചിട്ട് ആര്? ഉമ്മത്ത്. അപ്പൊ അല്ലാഹു അതിനൊന്നും ആവൂല എന്ന് ആര് പറയില്ല? അല്ലാഹു അറിയില്ല.
മനസ്സിലായില്ല? ഇന്നിപ്പോ നമ്മൾ അശഫാഅത്ത് ഹബിലനാന്ന് ആരോട് പറയാണ്? നബിയോട്, റസൂലുള്ളാഹിനോട് പറയാ. റസൂലുള്ളാഹിനോട് പറയാ, അള്ളാഹിനോട് പറയാ. റസൂലുള്ളാഹി എന്റെ അംബാസഡർ അല്ല, അള്ളാഹിന്റെ അംബാസഡറാ അല്ലേ? പറയേ, റസൂലുള്ളാഹി അമേരിക്കൻ അംബാസഡർ അല്ല, സഫീറുൽ റബ്ബിഹി ജല്ല വഅല, ജല്ല വഅലയായ റബ്ബിന്റെ സഫീറാണ്. മനസ്സിലായില്ലേ? ആയത്തിന് വ്യാഖ്യാനത്തെ പറഞ്ഞല്ലോ, ഒക്കെ സുഫറാക്കളാ, അംബാസഡർമാർ. അതിൽ ഏറ്റവും വലിയ അംബാസഡറാണ് ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് നോക്ക്. അല്ലാഹു തആല ഇങ്ങോട്ട് നോക്ക്. കൂനിയിരിക്കല്ലാണ് ചങ്ങായി. നോക്ക്, നബിയെ അല്ലാഹു വഷളാക്കൂല ഫി ഉമ്മത്തിഹി, ഉമ്മത്തിലിട്ടിട്ട്. ഇപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ശിഷ്യന്മാരും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? പിന്നെ ഇവിടുത്തെ ഒരു വലിയ ഇതൊക്കെ കൊടുക്കണം, വലിയൊരു മുതലാളി. നിങ്ങളൊക്കെ സാധുക്കളാ, 10 പൈസ കയ്യിലില്ല, കുട്ടികൾക്ക് തുണിപ്പായം എടുക്കാൻ കയ്യിലില്ലാതെ നിൽക്കണം. ഈ 10 ആളെയും കൊണ്ട് ഞാൻ ഇവിടുത്തെ വലിയ മുതലാളിൻ്റെ അടുത്ത് പോയി. മുതലാളി ഇവിടുത്തെ ദാറുൽ ഖുർആൻ്റെ വലിയ കുളാണ്ടറാണ്, വലിയ ആളാണ്, കുട്ടികളി. ഞാൻ അയാളടുത്ത് ചെന്നപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും 1000 ഉറുപ്പിക ചെങ്ക് കൊടുക്കി, 10 പൈസ ഇല്ല കയ്യിൽ എന്ന്. ഞാൻ നിങ്ങളെ നിങ്ങളാട്ട് ഉസ്താദ് പറഞ്ഞാൽ കിട്ടുമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പം മുതലാളി എന്ത് പറയാം? നിങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇവിടെ 10 പൈസ ഇല്ല. ഇപ്പം ആരാ വഷളായത്? ഞാൻ വഷളായില്ലേ? ഇവരൊക്കെ പൊരി വെയിലത്താണ്, ഇവരൊക്കെ നരകത്തിലുള്ള പാർട്ടിയാണ്, കബായിർ ചെയ്തോരാ. ഷഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, വൻദോഷം ചെയ്തൊരിക്കാൻ ഷഫാഅത്ത് ചെയ്യും. അപ്പോൾ ഓരൊക്കെ കള്ളുടിച്ചോലും തോന്നിയാൽ ചെയ്തോലൊക്കെ തന്നെയാണ്. പക്ഷെ നബി അവരെ കുട്ടി ആരെടുത്ത് പോകും? പറയുടെ ചങ്ങായി രക്ഷപ്പെടുന്ന ഉൾപ്പെടുത്തിട്ട് അള്ളാഹിനോട് പറയും, ഇതൊക്കെ എൻ്റെ ഉമ്മത്താണ്, ഒന്ന് പുറത്തു കൊടുക്കുക. അപ്പോൾ അള്ളാഹ് പറയും, അതിനൊന്നും ആവില്ല, ഇവനൊക്കെ കുതിര വിട്ടോല, അതിനൊന്നും ആവില്ല എന്ന് ആര് പറയില്ല. ലാ യുഖ്സിഹി യൗമ ലാ യുഖ്സില്ലാഹു നബിയ എന്ന ആയത്തിന്റെ അർത്ഥം ലാ യുഖ്സിഹി, നബിയെ വഷളാക്കൂല ഫി ഉമ്മത്തിഹി, നബിന്റെ ഉമ്മത്തിലിട്ടിട്ട്. നിങ്ങളാണ് പറഞ്ഞോണ്ട് ഞാനാണ് പുറത്ത് പറയില്ല. ഞാൻ അതല്ലെങ്കിൽ അപ്പം ഒന്നും മുണ്ടിയില്ല, പിന്നെ ഒരാൾക്കും പുറത്ത് കിട്ടിയതുമില്ല. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാകുക? നമ്മൾ നരകത്ത് കിടക്കണം. ഇപ്പൊ എന്താ വഷളാക്കുക? നബിക്കും അള്ളാന്റെ അടുത്ത് ഒരു വെയിറ്റൊന്നുമില്ല. അതിന്റെ തല നേരെയാണെങ്കിൽ ചിന്തിച്ചോ, അല്ലെങ്കിൽ അതിന്റെ ഊരക്ക് 2 ചവിട്ടെന്നത് ചിന്തിപ്പിക്കാം. ഇവിടെ ഉണ്ടോ? ഞാൻ അങ്ങനെയൊക്കെയാണ് ചങ്ങന്മാരെ. ഞാൻ കന്നൂട്ടിനെ മനസ്സിലാണ്. ആ കന്നൂട്ട കൈക്കോട്ട് ഒറ്റ അതൊക്കെ എനിക്ക് പണി. ഈ ക്ലാസ് കഴിഞ്ഞാൽ വേഗം തെങ്ങും തോട്ടത്തേക്ക് പോയാം. ഒരു ഭാഗം ഒരു ദിവസം നനച്ചാൽ മറ്റേ ഭാഗം പിറ്റേ ദിവസം നനക്കും. അതാണ് പണി, കാര്യമായ പണി അത് തന്നെയാണ്. ഇപ്പൊ വയലൊന്നുമല്ല, ഇപ്പൊ കുല്ല വയല് ഈ കുല്ല. മനസ്സിലായില്ലേ? തെങ്ങനക്കുള്ള നാടനാണ്, ഞാനൊരു പക്ക നാടനാണ്. അപ്പം എനിക്ക് നിങ്ങളെ ഈ സാഹിത്യ ഭംഗിയൊന്നും എനിക്കറിയില്ല, ഞാനൊരു പക്ക നാടനാണ്. അതുകൊണ്ട് വാക്കിലേറുകയാണെങ്കിൽ ക്ഷമിച്ചാളി. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ പിടിച്ച് തള്ളിയിട്ടിട്ട് ഞാൻ കൊഞ്ഞാടത്ത്. അതന്നെയാണ്, നല്ല കൃഷിയുണ്ട് അല്ലാഹുവിന്റെ സഹായത്താൽ, അൽഹംദുലില്ലാ. നോക്കി അപ്പം നിങ്ങളെല്ലാം കൂടി ദേഷ്യപ്പെട്ടാലും എനിക്ക് ബേജാറില്ല, ഇന്ന് ബേജാറ് ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ ഒന്നും കൂടി പറയാം, ഞാനൊരു തമാശ പറയാട്ടോ, വൽപ്പത്തരം പറയില്ല. അള്ളാഹു വൽപ്പത്തരാണ്, വൽപ്പത്തരം. അള്ളാഹു തല നമുക്കെല്ലാം തുറന്നു തരട്ടെ. എന്താ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലായില്ലേ? നബി ഈ തെറ്റ് ചെയ്തോര് പിന്നെ ആരെടുത്ത് വരിക? ഉറപ്പല്ലേ? അങ്ങനത്തെ എത്ര ആദ്യത്തിന് നബിൻ്റെ അടുത്ത് നബി ഞങ്ങളെ കാര്യം എന്ന് പറയും. അപ്പം നമ്മൾ ഈ കുട്ടി നബി എന്ത് ചെയ്യുക? അള്ളാഹിൻ്റെ അടുത്ത് പോകുക, അള്ളാഹിനോട് പറയാം, അള്ളാഹ് പുറത്തു കൊടുക്കുക. ആ സമയത്ത് അള്ളാഹ് എന്ത് പറയാ? അതിനൊന്നും ഇവിടെ ആവൂല. ഓരോ നരകത്തിക്കാണ് എറിഞ്ഞാളി എന്ന് പറഞ്ഞിട്ട് നമ്മളെ നരകത്തേക്ക് എറിയുക. എന്നിട്ട് നമ്മൾ നരകത്തിൽ കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുക? നമ്മൾ വിചാരിച്ച അത്ര വെയിറ്റൊന്നും അള്ളാഹിൻ്റെ അടുക്കൽ നബിക്കില്ലെങ്കിൽ, ഇപ്പം നബി നമ്മളെ കൂട്ടിക്കൊണ്ടേതാണല്ലോ, പക്ഷെ അള്ളാഹ് പുറത്തു കൊടുത്തതാ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കുമല്ലേ? നിങ്ങൾ 10 പൈസ കിട്ടാതെ ആ മൊലാളിൻ്റെ അടുത്ത് തിരിച്ചു മടക്കുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുക? പാവം ഉസ്താദ് പിന്നെ ബുദ്ധിമുട്ടിയല്ലോ, അയാളുടെ അടുത്തേക്ക് ഉസ്താദ് നമ്മളെ കൊണ്ടുപോകാൻ പാടില്ല. അതൊക്കെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും നേരുള്ളൂ. പൈസയുടെ അടുത്ത് എത്തിയാൽ ഒരു മൊലാളിക്ക് ഒരു ഉസ്താദും ഇല്ല, ഒരു ഔലിയില്ല. അപ്പം വെയിറ്റ് കുറഞ്ഞത് ആർക്ക്? ഉസ്താദിന് വെയിറ്റ് കുറഞ്ഞാലും മുത്തുനബിക്ക് വെയിറ്റ് കുറയില്ല. അള്ളാഹിൻ്റെ അടുത്ത് ലാ യുഖ്സിഹി, നബിയെ വഷളാക്കൂല ഫി ഉമ്മത്തി, സ്വന്തം ഉമ്മത്തിലിട്ട് വഷളാക്കൂല. നമ്മൾ അങ്ങോട്ട് ഞാനും ഇഷും നിങ്ങളെല്ലാവരും നോക്കുമ്പോൾ ജംഷാദും മറ്റോതും സമീറും സലാമും നമ്മളൊക്കെ നബി, അപ്പോൾ തെറ്റ് ചെയ്തോലാ നബി എന്തെങ്കിലും ആ കമ്പം പരിഹരിച്ചേരി. അപ്പോൾ അള്ളാഹിൻ്റെ അടുത്തേക്ക് നബി പോയിട്ട് പറയാം, അള്ളാഹുവേ ഒക്കെ എൻ്റെ ഉമ്മത്താ, എൻ്റെ അടുത്ത് വന്നതാ, എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. അപ്പോൾ അള്ളാഹ് എന്ത് പറയില്ല? ആതൊന്നും ആവില്ല. ആകെ നരകത്തിൽ വിധിച്ച് പോയിക്കോട്ടെ, ആരും പറയില്ല. കാരണം അങ്ങനെ പറഞ്ഞ ആരാ വഷളാകുക? ഉമ്മത്തിലിട്ട് വഷളാക്കൂല. നിസ്കാരത്തിന്റെ തൗബന്റെ വൽപ്പത്തിലല്ല, മുത്തുനബിന്റെ വൽപ്പത്തിൽ.
ഇനി ചെവി കൂർപ്പിച്ച് ഉത്തരക്ക്, ചെവി കൂർപ്പിച്ച് കേൾക്ക്. ബാക്കി ഇതിനെ ബാക്കി ഞാൻ പറയാൻ പോകാം. അവരെ തഫ്സീർ സഹീൽ റളിയല്ലാഹു തഫ്സീർ, സഹീൽ റളിയല്ലാഹു തഫ്സീറാണ് ബദരി. ഔഹല്ലാഹു ഇലൻ നബിയ്യി, നബിയിലേക്ക് അല്ലാഹു തആല വഹി അറിയിച്ചിട്ടുണ്ട്. ഫഖാല, അല്ലാഹ് നബിയോട് പറഞ്ഞു, ഇൻ അഹ്ബബ്ത ജഅൽതു അംറ ഉമ്മതിക ഇലൈക. ഇൻ അഹ്ബബ്ത, നിങ്ങൾക്ക് ഇഷ്ടം ആണെങ്കിൽ, ജഅൽതു അംറ ഉമ്മതിക, നിങ്ങളെ ഉമ്മത്തിന്റെ കാര്യം ഇലൈക, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചോളാം. ആര് വഹി അറിയിച്ചിട്ടുണ്ട്? അല്ലാഹു. പിന്നെ എന്നോട് പറയാൻ നിൽക്കണ്ട, നിങ്ങൾക്കൊക്കെ ഒറ്റലൊക്കെ നിങ്ങൾക്ക് ആണ് സ്വർഗത്തിൽ കാക്കാം എന്നും ആര് പറഞ്ഞിട്ടുണ്ട്? അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മളെവിടെ ഒട്ടിക്കോളി. നബിയെ, അങ്ങേക്ക് ഇഷ്ടം, ജഅൽതു, ഞാൻ ആക്കലാണ്, അമ്ര ഉമ്മത്തിക്ക, നിങ്ങളുടെ ഉമ്മത്തിന്റെ കാര്യം ഞാൻ ആക്കലാണ്, ഇലൈക്ക, നിങ്ങളിലേക്ക് ഞാൻ ആക്കി തരലാണ് നിങ്ങളെ ഉദ്ദേശമെങ്കിൽ ഞാൻ ആക്കി തരാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ആ പത്താക്കൊന്നുമില്ല, എന്തെങ്കിലും കുടിക്കുന്ന പറഞ്ഞപ്പോൾ മുതലാളി ഒരു 1,00,000 ഉറുപ്പിക ഇട്ടിട്ട് എൻ്റെ കയ്യിലെടുത്ത് തരിക, നിങ്ങൾ വേണ്ട മാതിരി ചെയ്താളി. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. മനസ്സിലായിട്ടില്ല? ഈ കുടുങ്ങിയോലിയും കൊണ്ട് ഞാൻ മുതലാളിനെ എടുത്ത് തന്നപ്പോൾ മുതലാളി എന്ത് പറഞ്ഞു? 500-ന് 2 കെട്ടിലിട്ടു, 1,00,000 ഉറുപ്പിക. നിങ്ങൾ 1000 ഉറുപ്പികല്ലേ കൊടുക്കാൻ പറഞ്ഞ്, നിങ്ങൾ തോന്നിയ മാതിരി കൊടുത്താൽ, എത്ര ദിവസം നിങ്ങൾ കൊടുത്താൽ, ഇനി ബാക്കിയാണ് ഈ പടി പിന്നെയുണ്ട്, നിങ്ങൾ കൊടുത്താൽ. എനിക്ക് ഞാൻ കൊടുക്കുന്നതിനേക്കാൾ ഇഷ്ടം നിങ്ങൾ കൊടുക്കുന്ന സ്ഥലം എന്ന് മുതലാളി പറഞ്ഞാൽ നമ്മളത് ആഗ്രഹിക്കും. ഒരു കെട്ട് നോട്ടെടുത്ത് മുതലാളി ഉസ്താദിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് നല്ലോണം കിട്ടുമായിരുന്നു. നിങ്ങൾക്ക് പറയും, മനസ്സിലുണ്ടോ? ഇൻ അഹ്ബബ്ത, അർത്ഥമിക്ക് മനുഷ്യന്മാരെ ഉംറ വിസക്ക് പോയാൽ വരെ ഇതിൻ്റെ കറുത്ത അറിയാലോ. പറയും ഇൻ അഹ്ബബ്ത, അങ്ങ് ഇഷ്ടപ്പെടുന്നത്, ഇന്നിൻ്റെ അർത്ഥം അപ്പത്തെ വരാം. ജഅൽതു അംറ ഉമ്മത്തിക്ക, നിങ്ങളെ ഉമ്മത്തിൻ്റെ കാര്യം ഞാൻ ആക്കിയാലാണ് നിങ്ങൾക്ക് ഇഷ്ടം വരുന്നതെങ്കിൽ ഞാനതാക്കി തരാം എന്നും അല്ലാഹ് വഹി അറിയിച്ചിട്ടുണ്ട്. ആർക്ക്? മുഹമ്മദ് മുസ്തഫാക്ക്. ഞാനായി നരകത്തിലിട്ടു വേണ്ട, നിങ്ങളെ കാര്യം, ബാക്കിയുള്ള നബിമാരെ ഉമ്മത്തിനൊക്കെ ഞാൻ വിചാരണയുള്ളൂ, നിങ്ങളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഏൽപ്പിച്ചോളാം നബിയെ എന്നും ആര് പറഞ്ഞിട്ടുണ്ട്? അല്ലാഹു വഹി അറിയിച്ചിട്ടുണ്ട് മുസ്തഫാ നബിക്ക്. യാ റബ്ബി, അപ്പറസുള്ള പറഞ്ഞു. ഫഖാല, അപ്പറസുള്ള പറഞ്ഞു, യാ റബ്ബി അൻത ഖൈറുൻ ലഹും മിന്നി, എന്നെക്കാൾ നല്ലത് റഹ്മാൻ എന്നല്ലേ. എങ്ങനെ ഉണ്ടാവും? ആരെക്കാളും റഹ്മത്തുള്ള നബി, നബിനെക്കാളും റഹ്മാനായ അല്ലാഹു, പിന്നെന്താ പ്രശ്നം? ഇനി എവിടെ ഒട്ടണം? നബിനെ ഒട്ടണം. അവിടെ എത്ര കാലത്ത് അന്നെ ഞാൻ പരിചയമില്ലെന്ന് പറയരുത്. എന്നെ കണ്ടില്ലല്ലോ. MLA ആയി മന്ത്രിയായപ്പോഴൊക്കെ പറഞ്ഞു വന്നു. മറ്റേ സ്ഥലത്തായിരുന്നു. മറ്റേ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് വിചാരിച്ചിട്ട് അവിടെയാണ് ഇപ്പം എലക്ട് നടന്നത്, അവിടെയാണോ നല്ല ഇതാണിച്ച്. പിന്നെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ജയിക്കണ പാർട്ടിക്കുണ്ടല്ലോ ഒരു സിന്ദാബാദ്, അതിന് വന്നപ്പോൾ ആദ്യം MLA തിരിച്ചടി. അന്ന് എന്നെ കണ്ടില്ലല്ലോ എന്ന് പറയാൻ നിൽക്കണ്ട. ഇപ്പൊ തന്നെ ആരപ്പം കൂടിക്കോ, റസൂലുള്ളാഹിനൊപ്പം കൂടിക്കോ, റസൂലുള്ളാഹിനൊപ്പം കൂടിയാ അള്ളാഹിനൊപ്പം കൂടി. ഇൻ അഹ്ബബ്ത ജഅൽതു അംറ ഉമ്മതിക ഇലൈക ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, യാ റബ്ബി, റബ്ബേ 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 അൻത ഖൈറുൻ ലഹും മിന്നി, എന്നെക്കാൾ അവരോട് ഖൈറായവൻ നീ എന്നല്ലേ റബ്ബേ, ഞാൻ നിന്റെ സൃഷ്ടിയല്ലേ, നീ അവരെ സൃഷ്ടാവല്ലേ, അതെ നീ വിധിക്കലെന്നെ റബ്ബ്, ഖൈറായ റബ്ബേ. ഫഖാല അല്ലാഹ്, അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഇദല്ല ഉഖ്സിക ഫീഹിം, ശരി എന്നാ ഞാൻ അവരുടെ ഇടയിലിട്ട് നിങ്ങൾ വഷളാക്കൂല. എന്താ അതിൻ്റെ അർത്ഥം? അതാണ് അങ്ങനെ തൗബ. എന്തേ തൗബ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ബൈ ചാൻസ് കൊടുത്തിട്ട് ഇവിടെ ഉറപ്പെടുത്ത്, ഇവിടേക്ക് ചാഞ്ഞോ, ഇവിടെയാണ് ശരി കിടക്കുന്നത്. ഇവിടെ മെമ്പർഷിപ്പ് എടുത്തോ, മനസ്സിലാവുണ്ട് പറഞ്ഞത്? കാരണം ഇവിടെ നിറഞ്ഞാളാ നിർവഹിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായി. പച്ച മലയാളം പോലെയല്ലേ ഞാൻ നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, തുബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്തോളി, തൗബത്തൻ നസുഹ, ആത്മാർത്ഥമായ തൗബ. പിന്നെ അസാ റബ്ബുക്കും അയ്യുകഫിറ അൻകും, നിങ്ങളെ തൊട്ട് റബ്ബ് തൗബ ചെയ്താൽ പുറത്തു തന്നേക്കാം. പിന്നെ വയുദ്ഖിലക്കും, അല്ലേ, സയ്യാറ്റിക്കും, നിങ്ങളുടെ കുറ്റങ്ങളെ പുറത്തു തന്നേക്കാം.
വയുദ്ഖിലക്കും നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം. സയ്യാത്തിക്കും അർത്ഥം മനസ്സിലായില്ലേ? നിങ്ങളെ കുറ്റങ്ങളെ പുറത്ത് തന്നേക്കാം. പിന്നെ വയുദ്ഖിലക്കും നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം ജന്നാത്തിൻ സ്വർഗീയ ആരാമങ്ങളിൽ തജ്രീമിൻ തഹ്തിഹാ അതിന്റെ താഴ്ഭാഗത്തൂടെ ഒഴുകുന്നുണ്ട് അൽ അൻഹാറു പുഴകൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം എന്ന് യൗമ ഒരു ദിവസം. പക്ഷെ ആ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ലാ യുഖ്സില്ലാഹു അല്ലാഹു വശലാക്കൂല അന്നബിയ. ആ ദിവസം നബി അല്ലാഹു വശലാക്കൂല. അനക്ക് ബൈ ചാൻസ് ആണെങ്കിലും നബിക്കൊർക്കും വല്ലദീനാമനുമാവും നബിയോട് കൂടെയുള്ള മുഅ്മിനീങ്ങളെയും വശലാക്കൂല. നൂറുഹും യസ്ആ അവർക്ക് ആ പ്രകാശം ഒഴുകണമെന്നുണ്ടാവും. ബൈനൈദിഹിം വബിഐമാനിഹിം അവരെ പ്രകാശം. ഈ പ്രകാശത്തിനെ കുറിച്ച് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്താ പറയുന്നത് നോക്കാം. തഫ്സീറുൽ ജീലാനിയാണ് ഈ ആയത്തിനെ. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തഫ്സീറാണ്. എന്താ അവർ പറയുന്നത്? ഈ ആയത്തിന് അവർ കൊടുക്കുന്ന അർത്ഥം പ്രകാശം അവരിലൂടെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നു. പ്രകാശം ഈ മുഅ്മിനീങ്ങൾക്ക് പ്രകാശം ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവരെ മുന്നിലൂടെയും വലഭാഗത്തൂടെയും പ്രകാശം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ നോക്കി ഇങ്ങനെ തന്നെ നോക്ക്. യൗമ ലാ യുഖ്സില്ല തഫ്സീറുൽ ജീലാനിയാണിത്. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തഫ്സീറാണിത്. എന്താ അവർ പറയുന്നത്? യൗമ ലാ യുഖ്സില്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല വശലാക്കൂല അൽ മുൻഇമു നിഅമത്ത് ചെയ്യുന്നവനായ അൽ മുഫദ്ദിലു ഫദ്ൽ കൊടുക്കുന്നവനായ അലാ ഖുല്ലസി ഇബാദിഹി തന്റെ അടിമകളിലെ ഏറ്റവും നിഷ്കളങ്കരുടെ മേൽ ഔദാര്യം ചെയ്യുന്നവനായ റബ്ബ് വശലാക്കൂല. ആരെ? സിയമ അൻ നബിയ. ഏറ്റവും പ്രത്യേകിച്ച് ആരെ വശലാക്കൂല? ഈ ഖുല്ലസി ഇബാദിലെ ഏറ്റവും മഹാൻ ആരല്ലേ? തന്റെ ഏറ്റവും ആത്മാർത്ഥമുള്ളവരെ അല്ലാഹു വശലാക്കൂല. അതിൽ ഏറ്റവും വലിയ നേതാവാരല്ലേ? റസൂലല്ലേ? റസൂലിനെ വശലാക്കുകയല്ല. അൽ മുഅയ്യദി മിൻ ഇൻദിഹി ബി അൻവാഇൽ കറാമത്തി വതഅളീമി. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അൽ മുഅയ്യദി ശക്തി കൊടുക്കപ്പെട്ട നബിയാണ് ഈ നബി. ബി അൻവാഇൽ കറാമത്തി പലതരം കറാമത്ത് കൊണ്ടും വതഅളീമി മഹത്വപ്പെടുത്തൽ കൊണ്ടും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ശക്തി കൊടുക്കപ്പെട്ട നബിയാണ് ആര്? ഈ നബി. ആ നബിയെ അല്ലാഹു വശലാക്കൂല. ഈ നബിക്കുള്ളതൊക്കെ അത്രയും വലിയ മഹത്വം ആര് ചെയ്തു കൊടുത്തിട്ടുണ്ട്? അള്ളാഹിന്റെ അടുക്കൽ അത്രയും വലിയ മഹത്വം കറാമത്ത് തഅളീം അള്ളാഹിന്റെ അടുക്കൽ അത്രയും വലിയ മഹത്വം കറാമത്തും ആർക്കുണ്ട്? റസൂലുള്ളാഹിക്കുണ്ട്. ആ റസൂലുള്ളാഹിനെ അല്ലാഹു തആല വശലാക്കൂല.